നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. അമേരിക്ക ഇപ്പോൾ ബഹ്റൈന് ഏകദേശം $500 മില്യൺ വില വരുന്ന ആയുധങ്ങൾ വിൽക്കാനായി ഒരുങ്ങുന്നു. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ധനമന്ത്രിയായിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള സ്മോട്രിച്ച് ഇപ്പോൾ ഒരു പുതിയൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 4300 വീടുകൾ, പുതിയ വീടുകൾ വെക്കാനായി പോവുകയാണ്. ഈ ഒരു വീട് വെക്കുന്നതിന് ചുമ്മാതൊരു വീട് വെക്കുകയല്ല, ഈ ഒരു വീട് വെക്കുന്നതിലൂടെ ഇസ്രയേലും അതുപോലെ തന്നെ സ്മോട്രിച്ചും ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ റിപ്പോർട്ടെന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഏകദേശം $500 മില്യൺ വിലമതിക്കുന്ന, അതായത് നമ്മളുടെ ഒരു കറൻസിയിൽ വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 4300 കോടി രൂപ വില വരുന്ന മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം അതിപ്പോൾ ബഹ്റൈന് കൈമാറാൻ അവർക്ക് വിൽക്കാനായി പോകുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുമാത്രമല്ല, ഇതിനോട് ചേർന്ന് വളരെയധികം യുദ്ധോപകരണങ്ങളും ഇതിനൊപ്പം തന്നെ കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് തീരെ ചെറിയ രാജ്യമായിട്ടുള്ള അറബ് രാജ്യമായിട്ടുള്ള ബഹ്റൈന് ഇത്ര വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട കാര്യം എന്താണ്? ഇവിടെയാണ് ബഹ്റൈന് ഇറാനുമായിട്ട് നിൽക്കുന്ന ഒരു അത്തരമൊരു സംഘർഷത്തിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പണ്ട് കാലത്ത് ഇറാൻ അവകാശപ്പെട്ടിരുന്നു, അതായത് ബഹ്റൈൻ തങ്ങളുടെ ഭാഗമാണ് എന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ തന്നെ അത്തരമൊരു വാദത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി, അവർ ഔദ്യോഗികമായി തന്നെ പിന്നോട്ട് പോയി. അങ്ങനെ ഒരു വാദവും ഇപ്പോൾ ഇറാന് ഇല്ല. എന്നാൽ ബഹ്റൈൻ പറയുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാൻ ഇടപെടുന്നുണ്ട്. എന്നാൽ ഇറാൻ ബഹ്റൈൻ്റെ ഇത്തരം വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബഹ്റൈനിൽ അമേരിക്കൻ നേവിയുടെ ഒരു ബേസ് ഉണ്ട്. അതിനാൽ തന്നെ ഇത് തീർച്ചയായിട്ടും ഇറാനെ അസ്വസ്ഥപ്പെടുത്തും. കാരണം ഇറാനും ബഹ്റൈനും തമ്മിൽ അത്ര വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല, അടുത്തടുത്തുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കൻ ബേസുകൾ ഇറാന്റെ സമീപം വരുമ്പോൾ തീർച്ചയായിട്ടും ഇറാന് അവരുടേതായിട്ടുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇറാനും ബഹ്റൈനും തമ്മിൽ ഇപ്പോൾ അത്ര വലിയ രീതിയിലുള്ള ഒരു ബന്ധം അവർ കാത്തു സൂക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക 500 മില്യന്റെ ആയുധങ്ങൾ ബഹ്റൈനിലേക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇറാനെ സംബന്ധിച്ച് വൻ സുരക്ഷാ ഭീഷണി തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൽ നിന്നാണ്. അതായത് ഇസ്രയേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ച് ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. സ്മോട്രിച്ച് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ നിരവധി വീടുകൾ പണിയാനായിട്ടുള്ള ഒരു പദ്ധതി, അത്തരമൊരു പദ്ധതിയാണ് ഇപ്പോൾ സ്മോട്രിച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഒരു ചെറിയ വാർത്തയല്ല, കാരണം ഇത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാവിയെ തന്നെ തീരുമാനിച്ചേക്കാവുന്ന ഒരു വാർത്തയാണ്. ഏകദേശം 3400-ലധികം വീടുകൾ E1 എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് പണിയുമെന്നാണ് ഇപ്പോൾ സ്മോട്രിച്ച് പറയുന്നത്. എന്നിട്ട് സ്മോട്രിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അടിച്ചമർത്താൻ കഴിയുമെന്നാണ് ഈ സ്മോട്രിച്ച് പറഞ്ഞു വെക്കുന്നത്. ഈ 3400-ലധികം വീടുകൾ വെക്കുന്നതോടുകൂടി തന്നെ വെസ്റ്റ് ബാങ്കിന്റെ വടക്കും തെക്കും 2 ഭാഗങ്ങളായിട്ട് വേർതിരിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് പാലസ്തീനികൾക്ക് സ്വന്തം രാജ്യമെന്നൊരാശയം ഭാവിയിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ് സ്മോട്രിച്ച് പറയുന്നത്. ഒരിക്കൽ ഇതിനിടയിൽ വീടുകൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാലസ്തീനികൾക്ക് പരസ്പരം കാണുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇത്തരമൊരു കാര്യത്തിലൂടെ ഇസ്രയേൽ മുഴുവൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് പാലസ്തീനിയൻ നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചത്. ഇത്തരമൊരു പദ്ധതി സമാധാനമില്ലാതാക്കും, അതുപോലെ തന്നെ സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ നേതാക്കൾ കൂട്ടിച്ചേർക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അതുപോലെ നിരവധി മനുഷ്യാവകാശ സംഘടനകൾ എല്ലാം തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അമേരിക്ക പോലും ഇത്തരം ഒരു പദ്ധതി ഈ സമയത്ത് എടുത്തു പറയുന്നുണ്ട്, ഈ സമയത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക തന്നെ പറയുന്നത്. ഇത് ശരിയായ ഒരു സമയമല്ല, സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടതെന്നാണ് അമേരിക്ക പറയുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഡാനിഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള മെറ്റ് ഫെഡറിക്സൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് ലിറ്ററലി ഇസ്രയേലി പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡാനിഷ് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് നിലവിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം ഞങ്ങളുടെ രാജ്യത്തിനാണ്,
അതിനാൽ തന്നെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് അതിനുള്ള പിന്തുണ, അതായത് ഇസ്രയേലിനെ സമ്മർദ്ദം ചെലുത്തുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചില്ല എന്നും ഈ ഒരു ഡാനിഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മെറ്റ് ഫെഡറിക്സൺ ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഹിലറി ക്ലിന്റനെ കുറിച്ചാണ്. അവരുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അത് വളരെയധികം ശ്രദ്ധേയമാവുന്നുണ്ട്. അതായത് 2021 കാര്യമാണ്. 12 ദിവസത്തെ ഒരു യുദ്ധം നടന്നിരുന്നു. ആ അവസരത്തിൽ ഹമാസുമായിട്ട് കരാറിലെത്താൻ ഇസ്രയേലിന് കഴിയുമായിരുന്നു എന്ന് ഹിലറി ക്ലിന്റൺ ഒരു പോഡ്കാസ്റ്റിനിടെ അഭിപ്രായപ്പെട്ടത്. ഒരു നല്ല അവസരമാണ് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹു നഷ്ടപ്പെടുത്തിയത് എന്നാണ് ഹിലറി ഇവിടെ അഭിപ്രായപ്പെട്ടത്. അതായത് ഇസ്രയേൽ ആ ഒരു അവസരം വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്നൊരു വിമർശനമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് അന്ന് ഇസ്രയേൽ ഒന്ന് മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും ഒരു സംഘർഷത്തിലേക്ക് പോകില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. നമസ്കാരം, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.